സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ ഇത് മംഗളശീല ഫുഡ് കഴിക്കണല്ലേ? ചന്തു നോക്കടാ, എന്തിടെ ഇത് കണ്ടിട്ട് കൊതിയാവണ്ടേ? എനിക്കും ആ തലക്കറി എടുത്തൊരു പിടി അങ്ങോട്ട് പിടിച്ച 2 കുപ്പി കള്ളും കൂടെ ആയിക്കഴിഞ്ഞു. നല്ല തണുപ്പിച്ച കള്ള് അതും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിക്കണം. സൂപ്പർ. 1000 രൂപ ഉണ്ടെങ്കിൽ 2 കുപ്പി കള്ളും ഊണും തലക്കറിയും കഴിക്കാം. എന്റെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു 250 കാണും. നീ 500, അവൻ 250, 750 അല്ലേ ആയുള്ളൂ. ബാക്കി നിങ്ങളടി, നിങ്ങളെ ഷെയർ വന്നില്ലല്ലേ? എടാ 1000 കൂടരുത്, ആകെ നമ്മൾ 3 വരെ ഉള്ളൂ. 1000 രൂപയ്ക്കൊക്കെ മതിയാവും. അയ്യോ അണ്ണാ, 3 രൂപ മൂഞ്ചി പോകൂലി. അതിന് 4 പേര് പോയിട്ട് എന്നാണ് മൂഞ്ചാതിരുന്നിട്ടുള്ളത്? അങ്ങനെ അല്ലേടാ പറഞ്ഞു. എങ്കിൽ നമ്മുടെ സുശീലിനെ കൂടെ വിളിച്ചാൽ? ഡേ, ആവശ്യമില്ലാത്ത വള്ളിയൊന്നും എടുത്ത് വയ്ക്കരുത്. നമ്മൾ 3 പേര് മതിയടേ, വേണ്ട വിളിക്കണ്ട. ശേ, അവനോട് വെറുതെ ഇരിക്കുകയല്ലേ, അവനോട് വിളിക്കാന്നേ. അവൻ ആ ചാറ് വല്ലതും മുക്കി കഴിച്ചോളും. അല്ലെങ്കിലും ചാറ് മുക്കി നടക്കാൻ ആരും വേണ്ടേ? ഡേ പറയടേ അവന്റെ അടുത്ത്. അവന് വരണം. ഡേ വള്ളിക്കിട്ട് ഗ്യാസ് എടുത്ത് വയ്ക്കാതെ. ഹലോ സുശീല, നീ എവിടെ? ഡേ ചന്തു പറഞ്ഞാ കേൾടേ. ഫ്രീയാണോ? ഡേ ഇതെല്ലാം കണ്ട് ആക്രാന്തം കാണിക്കരുത്. നമ്മളെ ബഡ്ജറ്റ് 1000 രൂപ ഉള്ളൂ, ഓർമ്മ വേണേ. തല വന്നു കള്ള് ചെന്തോ തലയുടെ ഇടതുഭാഗം എനിക്കുള്ളതാണ്. നീ അതിൽ തുടല്ലേ, അറിയാലോ. തല നിങ്ങൾക്ക് മീനിന്റെ തല കഴിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വിരലിട്ട് വലിച്ചു പൊളിച്ച് വച്ചിട്ട് എന്റെ പൊന്നളിയാ. നാശം കൊണ്ടുവന്നു പോയി. ഇതാലും പാവെന്നാണ് തോന്നുന്നത്. അണ്ണൻ പറഞ്ഞതാണ് ഇവനെ വിളിക്കേണ്ടത്. ആ മുള്ളെങ്കിലും വെറുതെ വിടറ. എന്തൊരു കയറ്റിലാവുമ്പോ ആഹാരം കാണാതെ കിടന്നവനെടാ കൊണ്ടുവന്നത്. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ നാടി ഞരമ്പ് വലിഞ്ഞു മുറിയാണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. എന്താണോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലേ അവനെ കൊണ്ടുവരണ്ടെന്ന്. ആ ചന്തുനെ വിളി. ചന്തു ഇങ്ങ വാ. അണ്ണാ ഞാൻ എന്തിനാ? എടാ നീയല്ലേ പറഞ്ഞേ 3 രൂപ മൂഞ്ചു വന്ന്. ഇപ്പൊ 4 രൂപ പോയിട്ട് ഊമ്പിയാ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? കറിയൊക്കെ ഇഷ്ടപ്പെട്ട? ഇനി ഇങ്ങനെ മൂഞ്ചിക്കോ?